അധ്യായം 61. നീലിമയെ കാണാനില്ല. നീലിമ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് തന്നെ അതിശയത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. സത്യത്തിൽ സിദ്ധാർത്ഥ് ചുമ്മാ അവളെ കളിയാക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ ചോദിച്ചത്. നീലിമയുടെ വിളറിയ മുഖം കണ്ട് സിദ്ധാർത്ഥിന് ചിരി വന്നു. ഞാൻ നിങ്ങളോട് പ്രത്യുപകാരമായി എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലല്ല. നിങ്ങൾ എന്നെ എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതിന്റെ സന്തോഷത്തിൽ പറഞ്ഞു പോയതാണ്. എന്തായാലും പറഞ്ഞതെല്ലാം അങ്ങ് മറന്നേക്ക്. നീലിമ അത്രയും പറഞ്ഞിട്ട് ദേഷ്യത്തോടെ സിദ്ധാർത്ഥിന്റെ ഓഫീസ് റൂമിൽ നിന്നും അവളുടെ റൂമിലേക്ക് പോയി. അപ്പോൾ സിദ്ധാർത്ഥ് അവൾ ഓടിപ്പോകുന്നത് നോക്കി ചിരിയോടെ നിന്നു. ഈ പെണ്ണ് ശരിക്കും പൊട്ടിയാണോ, അതോ അതുപോലെ അഭിനയിക്കുന്നതാണോ എന്തോ? പാവം, സിദ്ധാർത്ഥ് ഒരു ചെറു പുഞ്ചിരിയോടെ പറഞ്ഞു. മുറിയിൽ ചെന്ന് കിടന്ന നീലിമ സിദ്ധാർത്ഥ് പറഞ്ഞ കാര്യം ഓർത്തു നോക്കി. അവനത്ര മോശമായൊരു കാര്യം തന്നോട് പറഞ്ഞിട്ടും തനിക്ക് ദേഷ്യം വന്നില്ലല്ലോ എന്നായിരുന്നു നീലിമയുടെ അപ്പോഴത്തെ ചിന്ത. സാധാരണയായും സാമലക്സോ മറ്റോ ആരെങ്കിലും അങ്ങനെ ചോദിച്ചിരുന്നെങ്കിൽ താൻ കരണമടിച്ച് പൊളിച്ചേനെ. പക്ഷേ സിദ്ധാർത്ഥ് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞാലും അവനോട് രൂക്ഷമായി സംസാരിക്കാൻ തനിക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? സിദ്ധാർത്ഥിന്റെ മുന്നിൽ താൻ കൊച്ചുകുട്ടിയെ പോലെയാണ് പെരുമാറുന്നത്. അതിൽ അവൾക്ക് തന്നെ അത്ഭുതം തോന്നി. എന്തായാലും സിദ്ധാർത്ഥിന്റെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ നിൽക്കില്ല എന്നും നീലിമ മനസ്സിൽ ഉറപ്പിച്ചു. അല്ലെങ്കിലും വിഷയ കുടുംബം തന്നെ ഒരിക്കലും മരുമകളായി അംഗീകരിക്കാൻ പോകുന്നില്ല. സിദ്ധാർത്ഥും അങ്ങനെ അംഗീകരിക്കില്ലായിരിക്കും. അതല്ലേ എഗ്രിമെന്റ് വെച്ച് കല്യാണം നടത്തിയത്, നീലിമ മനസ്സിൽ പറഞ്ഞു. എന്തായാലും സിദ്ധാർത്ഥിന്റെ അടുത്ത് അടുപ്പം കാണിക്കുന്നത് കുറക്കണമെന്ന് അവൾ തീരുമാനിച്ചു. അതെല്ലാം ആലോചിച്ച് കിടന്ന നീലിമ എപ്പോഴും ഉറങ്ങിപ്പോയി. പിറ്റേന്ന് ഉച്ച ആയപ്പോഴാണ് നീലിമ ഉണരുന്നത്. കാലിലെ വേദനയും ക്ഷീണവും കാരണം ഒരുപാട് സമയം ഉറങ്ങിപ്പോയെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നീലിമ ഞെട്ടി. അയ്യോ, സമയം 12 ആയോ? നീലിമ ധൃതിയിൽ മുറിയിൽ നിന്നിറങ്ങി വേഗം ഹാളിലേക്ക് ചെന്നു. താഴെ ഹാളിൽ അപ്പോൾ ഭക്ഷണപാത്രങ്ങൾ കഴുകാനായി എടുത്തു വെക്കുന്നുണ്ടായിരുന്നു. അവരെ കണ്ട് നീലിമ ചോദിച്ചു, അച്ഛോ ഇവിടെ മല്ലികാമേ? അവനിന്ന് പോയില്ലേ? നീലിമയുടെ വെപ്രാളം ശ്രദ്ധിച്ച് മല്ലിക ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മോൾ ഉറങ്ങിപ്പോയതുകൊണ്ടാ ഞാൻ വിളിക്കാതിരുന്നേ. അച്ഛനെ ഇന്ന് ഞാൻ തന്നെ സ്കൂളിൽ കൊണ്ടുവിട്ടു. അവൻ അമ്മയോട് വേഗം വരാമെന്ന് പറയാൻ ഏൽപ്പിച്ചിരുന്നു. മല്ലിക പറഞ്ഞത് കേട്ടപ്പോഴാണ് നീലിമയ്ക്ക് ആശ്വാസമായത്. ഞാൻ വിചാരിച്ചു അവനിന്ന് പോയില്ലെന്ന്. അവനാണേൽ എക്സാം അടുത്തതാ, ലീവ് ആക്കിക്കൂടാ. നീലിമ പറഞ്ഞു, മോള് സ്വന്തം വീട്ടിലല്ലേ ഉള്ളത്, അല്ലാതെ വാടകയ്ക്കൊന്നും താമസിക്കുമല്ലോ. ഒന്ന് ഉറങ്ങിപ്പോയെന്ന് വെച്ചിട്ടിങ്ങനെ പേടിക്കണോ? മോള് റെസ്റ്റ് എടുക്ക്, മല്ലികാമ നോക്കിക്കോളാം എല്ലാം. മല്ലിക പറഞ്ഞു. അത് കേട്ട് നീലിമയ്ക്ക് വളരെ സന്തോഷം തോന്നി. തന്റെ വീട്ടിലായിരുന്നെങ്കിൽ അശ്വനെ ശ്രദ്ധിക്കുക പോലുമില്ലായിരുന്നു. താൻ ഉറങ്ങിയ നേരത്ത് കൃത്യമായി അവന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തതിൽ നീലിമയ്ക്ക് മല്ലികയോട് വളരെ സ്നേഹം തോന്നി. മല്ലികാമ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ടല്ലേ? ഇനി മുതൽ ഞാൻ നേരത്തെ എഴുന്നേറ്റ് നോക്കിക്കോളാം അവന്റെ കാര്യങ്ങൾ. എപ്പോഴും ഞാനത് വിചാരിക്കുന്നതാ. ക്ഷീണം കാരണം എഴുന്നേക്കാൻ കഴിയുന്നില്ല. നീലിമ പറഞ്ഞു. അതൊന്നും സാരമില്ല കുഞ്ഞേ, ഞാനുണ്ടല്ലോ ഇവിടെ. അച്ചുവിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് വേറെ ആരാ ഉള്ളത്, നിങ്ങളല്ലാതെ? മല്ലിക പറഞ്ഞു. അത് കേട്ട് നീലിമ അവരെ നോക്കി പുഞ്ചിരിച്ചു. അശ്വിനെയും തന്നെയും മല്ലിക സിദ്ധാർത്ഥിന്റെ അത്ര തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് നീലിമയ്ക്ക് ആദ്യമേ അറിയാം. എന്നാലും മല്ലികാമേ, നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ തന്നെ ഒരുപാട് ജോലിയില്ലേ? അതാ ഞാൻ. നീലിമ പറഞ്ഞു. സാരമില്ല, മോളൊന്നും പറയണ്ട. മോള് പോയി റെസ്റ്റ് എടുക്ക്, ഞാൻ ചായ എടുത്തോണ്ട് വരാം. ഇന്ന് കാലിൽ നന്നായി റെസ്റ്റ് കൊടുത്താ നാളത്തേക്ക് മുഴുവൻ വേദനയും മാറും, മല്ലിക പറഞ്ഞു. അത് കേട്ട് നീലിമ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു. തന്നെ സ്നേഹിക്കാൻ ഈ ലോകത്ത് ആരെങ്കിലും ഒക്കെ ഉണ്ടല്ലോ എന്നോർത്ത് സന്തോഷം തോന്നി. കാലിന് ഇപ്പോ കാര്യമായ വേദനയൊന്നുമില്ല മല്ലികാമേ, അതൊക്കെ എപ്പോഴേ മാറി. എന്നാലും മോള് അധികം നടക്കാൻ നിൽക്കണ്ട. കാലിന് നീര് വെച്ച പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാവും നിനക്ക്, മല്ലിക പറഞ്ഞു. നീലിമ ഓഫീസിൽ ലീവ് വിളിച്ചു പറഞ്ഞു. ഓഫീസിൽ പ്രിയങ്കക്ക് അന്ന് ചെയ്യാൻ ഒരുപാട് ജോലികൾ ഉണ്ടായിരുന്നു. നീലിമ ലീവ് കൂടി വിളിച്ചു പറഞ്ഞപ്പോൾ പ്രിയങ്ക ആകെ വിഷമിച്ചു പോയി. അന്ന് സൂര്യയുടെ കാര്യങ്ങളും ഓഫീസിലെ മറ്റു കാര്യങ്ങളും താനാണ് ചെയ്യേണ്ടതെന്ന് ഓർത്തപ്പോൾ അവൾക്ക് തല കറങ്ങുന്നതായി തോന്നി. എന്നാലും പ്രിയങ്ക എല്ലാം പരമാവധി ഭംഗിയായി ചെയ്യാൻ ശ്രമിച്ചു. നീലിമ വരാന്തയിൽ ചെന്നിരുന്നു. മല്ലിക ചായ എടുത്ത് നീലിമയ്ക്ക് കൊണ്ടുകൊടുത്ത ശേഷം അടുക്കളയിലേക്ക് മടങ്ങി. സിദ്ധാർത്ഥിന്റെ ഭാര്യ ആയിരുന്നിട്ടും യാതൊരു തരത്തിലും യാതൊരു അധികാരവും കാണിക്കുന്നില്ലെന്ന കാര്യത്തിൽ മല്ലികയ്ക്ക് അതിശയം തോന്നി. ഇന്നത്തെ കാലത്തും ഇതുപോലെയുള്ള പെൺകുട്ടികൾ ഉണ്ടോ എന്നായിരുന്നു ആ സ്ത്രീ ആലോചിച്ചത്. നീലിമ ചായ കുടിച്ചുകൊണ്ട് സിദ്ധാർത്ഥിനെ കുറിച്ച് ചിന്തിച്ചു. അപ്പോൾ അവൾക്ക് അറിയാത്ത നമ്പറിൽ നിന്നൊരു കോൾ വന്നു. നീലിമ ഉടനെ ഫോൺ എടുത്തു. ഹലോ, നീലിമ ചോദിച്ചു. ഹലോ നീലിമ, താനിന്ന് ഫ്രീ ആണോ? അപ്പുറത്ത് നിന്ന് ഒരു പെണ്ണ് ചോദിച്ചു. ചോദ്യം കേട്ടപ്പോൾ തന്നെ അത് ലാവണ്യയാണെന്ന് അവൾക്ക് മനസ്സിലായി. ഫോൺ എടുക്കണ്ടായിരുന്നു എന്നാണ് നീലിമ ചിന്തിച്ചത്. നീലിമ കേൾക്കുന്നുണ്ടോ? താനിന്ന് ഫ്രീ ആണോന്ന് ലാവണ്യ വീണ്ടും ചോദിച്ചു. അല്ല, ഫ്രീ അല്ല. എന്താ കാര്യം? നീലിമ കടുത്ത സ്വരത്തിൽ ചോദിച്ചു. എനിക്ക് തന്നോട് നേരിൽ കണ്ടൊന്ന് സംസാരിക്കാനുണ്ട്, ലാവണ്യ പറഞ്ഞു. എനിക്കൊന്നും സംസാരിക്കാനില്ല, നീലിമ പറഞ്ഞു. എനിക്ക് സംസാരിക്കണം. ലൊക്കേഷൻ ഞാൻ അയക്കാം, അങ്ങോട്ടേക്ക് വന്നേക്കണേ. ശരി. ലാവണ്യ അത്രയും പറഞ്ഞിട്ട് നീലിമയുടെ മറുപടി കേൾക്കാതെ ഫോൺ കട്ട് ചെയ്തു. നീലിമയ്ക്ക് ഒന്നും പറയാൻ സാധിച്ചില്ല. എടാ, ഇവളായി വിളിച്ചിട്ട് കാണണമെന്ന് പറയുന്നു, എന്നിട്ട് സ്വന്തമായി തീരുമാനമെടുത്തിട്ട് ഫോൺ കട്ട് ചെയ്യുകയും ചെയ്യുന്നു. എന്റെ പട്ടി പോകും ഇവളെ കാണാൻ, നീലിമ മനസ്സിൽ പറഞ്ഞു. അന്നത്തെ ദിവസം വീട്ടിലിരുന്ന് തന്നെ ഓഫീസ് ജോലികൾ മിക്കതും നീലിമ പൂർത്തിയാക്കി. വൈകുന്നേരമായപ്പോൾ അവൾക്ക് അശ്വിനെയും കൂട്ടി ഒന്ന് പുറത്തു പോയി വരാമെന്ന് തോന്നി. അശ്വിൻ എന്തായാലും സ്കൂളിൽ നിന്ന് മടുത്താവും വരുന്നത്.
അവൻ എവിടെ നിന്നും പിക്ക് ചെയ്തിട്ട് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുക്കാമെന്ന പ്ലാനിൽ നീലിമ വീട്ടിൽ നിന്നും ഇറങ്ങി. അവൾ സിദ്ധാർത്ഥിന്റെ വീട്ടിലെ കാറിലായിരുന്നു പോയിരുന്നത്. സ്കൂളിന് മുന്നിലെത്തിയപ്പോൾ അവൾ കാർ പറഞ്ഞു വിട്ടു. നീലിമ മുന്നോട്ട് നടന്നപ്പോൾ പെട്ടെന്ന് ആരോ അവളെ പിന്നിൽ നിന്ന് കടന്നു പിടിച്ചു. അയാൾ അവളുടെ മുഖത്ത് എന്തോ മണപ്പിച്ചു. നീലിമ ഞെട്ടിപ്പോയി. അവൾക്ക് തല കറങ്ങാൻ തുടങ്ങി. തിരിഞ്ഞു നോക്കിയെങ്കിലും പിന്നിലെ കാഴ്ചകൾ വ്യക്തമായില്ല. രണ്ടുപേർ പിന്നിൽ നിൽക്കുന്നത് മാത്രം ബോധം മറയുന്നതിന്റെ ഇടയിൽ നീലിമ അവ്യക്തമായി കണ്ടു. പിന്നീട് കണ്ണു തുറക്കുമ്പോൾ അവൾ ഓഫീസ് പോലെ തോന്നിക്കുന്ന വിശാലമായൊരു മുറിയുടെ നടുവിലെ സോഫയിലായിരുന്നു. ഒന്ന് രണ്ട് സ്ത്രീകൾ അവിടെ എന്തൊക്കെയോ സംസാരിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. നീലിമ കണ്ണുകൾ തിരുമ്മി നോക്കി. അപ്പോൾ തന്റെ അരികിലെ സോഫയിൽ ഒരാൾ ഇരിക്കുന്നത് നീലിമ കണ്ടു. അയാൾ അതിസുന്ദരനായിരുന്നു. ഒരു സിനിമാ നടന്റെ നേരിയ ചായയുള്ള അയാളെ നോക്കി നീലിമ ചോദിച്ചു, ആരാ നിങ്ങളൊക്കെ? എന്നെ എന്തിനാ ഇങ്ങോട്ട് പിടിച്ചോണ്ട് വന്നത്? നീലിമ ചോദിച്ചത് കേട്ട് അയാൾ അവളെ നോക്കി. ആ, ബോധം വന്നു. എന്തായാലും നൈസ് ടു മീറ്റ് യു, അയാൾ കൂസലില്ലാതെ പറഞ്ഞു. അത് കേട്ട നീലിമയ്ക്ക് നിയന്ത്രണം വിട്ടു. നീ ഏതാടാ, എന്തിനെന്നെ തട്ടിക്കൊണ്ടുവന്നതെന്ന് ചോദിച്ചത് കേട്ടില്ലേ? നീലിമ ചോദിച്ചു. അത് കേട്ട് അയാൾ ചിരിച്ചു. ഞാൻ നിന്നെ തട്ടിക്കൊണ്ടുവന്നതൊന്നുമല്ല, എനിക്ക് നിന്നെ വിറ്റതാണ് നിന്റെ വീട്ടുകാർ തന്നെ, അയാൾ പറഞ്ഞു. നീലിമ ആകെ ഞെട്ടിപ്പോയി. എന്റെ വീട്ടുകാരോ? എന്തിന്? എന്തിനാന്നൊക്കെ നിനക്ക് വഴിയെ മനസ്സിലായിക്കോളും. തൽക്കാലം ഇത്രയും അറിഞ്ഞാൽ മതി. ഞാൻ കോടികളാണ് കൊടുത്തത്. അതിന് പകരമായി നിന്നെ അവർ എനിക്ക് വിറ്റു. നീലിമയെ നോക്കി അയാൾ പറഞ്ഞു. അപ്പോഴാണ് നീലിമ ചുറ്റും നോക്കുന്നത്. വേശികളെ പോലെ തോന്നിക്കുന്ന കുറച്ച് സ്ത്രീകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സ്ഥലം ശരിയല്ലെന്ന് അവൾക്ക് മനസ്സിലായി. നീലിമയ്ക്ക് ഭയം കൊണ്ട് കണ്ണുകളിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി. ഇതൊക്കെ നിയമവിരുദ്ധമാണെന്ന് അറിയാമോ തനിക്ക്? മനുഷ്യനെ വാങ്ങാനും വിൽക്കാനുമൊന്നും ആർക്കും അവകാശമില്ല, നീലിമ ഇടർച്ചയോടെ പറഞ്ഞു. അത് കേട്ട് അയാൾ പൊട്ടിച്ചിരിച്ചു. ഈ ഭൈരവന് നീതിയും ന്യായമൊന്നുമില്ല കൊച്ചെ. ഭൈരവ് എന്ന പേര് കേട്ടപ്പോൾ നീലിമ വിറച്ചുപോയി. 2 പെൺവാണിഭ കേസിലെ പ്രതിയാണ് അയാൾ. കുറച്ചു കാലം ഒളിവിലൊക്കെ ആയിരുന്നെന്ന് കേട്ടിട്ടുണ്ട്. എന്തും ചെയ്യാൻ മടിക്കാത്തവൻ അത്രയും ക്രിമിനലായ ഒരാളുടെ മുന്നിലാണ് താൻ നിൽക്കുന്നത്. തന്റെ അച്ഛൻ വാസുദേവൻ എന്തിനാണ് തന്നോട് ഇത്രയധികം ശത്രുത കാണിക്കുന്നതെന്ന് മനസ്സിലാവാതെ നീലിമ തളർന്നു പോയി. എന്നിട്ടും അവൾ ഭയം പുറമേ കാണിച്ചില്ല. എന്നെ എന്തെങ്കിലും ചെയ്താൽ ഉറപ്പായി ഞാൻ നിങ്ങളുടെ പേരിൽ പരാതി കൊടുക്കും. അപ്പോ നിങ്ങൾ ജയിലിൽ പോകേണ്ടി വരും. ഇതൊക്കെ വലിയ തെറ്റാണ്, നീലിമ പറഞ്ഞു. അത് കേട്ട് ഭൈരവ് അവളെ വല്ലാത്തൊരു നോട്ടം നോക്കി. കാശ് കൊടുത്ത് മേടിച്ച നിന്നെ അങ്ങനെയങ്ങ് പറഞ്ഞു വിടാനല്ല കൊച്ചെ. അടങ്ങി നിന്ന് നിനക്ക് കൊള്ളാം, അല്ലെങ്കിലുണ്ടല്ലോ പുറം ലോകം കാണില്ല നീ. ഭൈരവ് പറഞ്ഞത് കേട്ട് നീലിമ ആകെ തകർന്ന് സോഫയിൽ ഇരുന്നു പോയി. സ്കൂളിൽ തന്നെ പ്രതീക്ഷിച്ചു നിൽക്കുന്ന അശ്വിന്റെ മുഖമാണ് അപ്പോൾ അവളുടെ മനസ്സിലേക്ക് വന്നത്. അവൻ ഇപ്പോൾ അമ്മയെ കാണാതെ വിഷമിച്ചു നിൽക്കുന്നുണ്ടാവുമെന്ന് ഓർത്തപ്പോൾ നീലിമയ്ക്ക് കരച്ചിൽ വന്നു. താൻ അവരോട് കൂടുതൽ എതിർത്ത് സംസാരിച്ചു നിൽക്കുന്നതിൽ കാര്യമില്ലെന്ന് മനസ്സിലാക്കിയ നീലിമ ഭൈരവിനെ നോക്കി പറഞ്ഞു. ബ്രദർ, പ്ലീസ്, നിങ്ങളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുകയാണ്. നിങ്ങൾ പറയുന്ന ആളുകളുമായിട്ടൊന്നും എനിക്ക് യാതൊരു ബന്ധവുമില്ല. മാത്രവുമല്ല, ഇങ്ങനെ പൈസ കൊടുത്താലൊന്നും ഒരാളെ വാങ്ങാൻ പറ്റില്ല. നിങ്ങൾ ചെയ്യുന്നതിന്റെ അപകടം നിങ്ങൾക്കറിയാഞ്ഞിട്ടാണ്. ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. അത് കേട്ടിട്ടും അയാൾ ചിരി നിർത്തിയില്ല. പൊന്നു കൊച്ചെ, ഞാനിത് ആദ്യമായൊന്നുമല്ല ചെയ്യുന്നത്. നീ വെറുതെ ഇവിടെ നിന്ന് ബഹളം വെച്ചതുകൊണ്ട് കാര്യമൊന്നുമില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് നടന്നിരിക്കും. അതിന് ദൈവം തമ്പുരാൻ നേരിട്ടിറങ്ങി വന്ന് പറഞ്ഞാലും ശരി, ഭൈരവ് പറഞ്ഞു. അയാൾ പറഞ്ഞത് കേട്ട് നീലിമ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നുപോയി. ആ മുറിയിൽ നിന്നും പുറത്തേക്ക് കടക്കാൻ എളുപ്പമല്ല എന്ന് നീലിമയ്ക്ക് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു. സിദ്ധാർത്ഥിനെ കുറിച്ചാണ് അപ്പോൾ നീലിമ ആലോചിച്ചത്. സിദ്ധാർത്ഥ് എന്തായാലും കാര്യം അറിഞ്ഞു കാണില്ല. അയാളെ അറിയിക്കാനാണെങ്കിൽ ഒരു വഴിയുമില്ല. അതുകൂടി ആയപ്പോൾ അവൾക്ക് ശരീരം തളരുന്നത് പോലെ തോന്നി. ഈ സമയം സിദ്ധാർത്ഥ് ഓഫീസിലായിരുന്നു. അവൻ ഓഫീസിൽ ഒരു മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. മല്ലികയുടെ ഫോൺ അവന് വരുന്നത്. മല്ലിക അത്യാവശ്യ കാര്യത്തിന് മാത്രമേ അവനെ വിളിക്കാറുള്ളൂ എന്ന് ഓർത്തപ്പോൾ സിദ്ധാർത്ഥ് ഉടനെ തന്നെ ഫോൺ എടുത്ത് ചെവിയോട് ചേർത്തു. ഹലോ, സിദ്ധാർത്ഥ് ചോദിച്ചു. മോനെ, അച്ഛനെ സ്കൂളിൽ നിന്നും വിളിക്കാൻ പോയതായിരുന്നു നീലിമ മോള്. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. എവിടെ പോയെന്നും അറിയില്ല. ഫോണിൽ കിട്ടുന്നുമില്ല. മല്ലിക വെപ്രാളത്തോടെയാണ് അത് പറഞ്ഞത്. നീലിമ എവിടെയെങ്കിലും പോകുമെന്ന് പറഞ്ഞിരുന്നു മല്ലികാമേ? സിദ്ധാർത്ഥ് ചോദിച്ചു. ഇല്ല മോനെ, അച്ചുവിനെയും കൊണ്ട് ഐസ്ക്രീം മേടിച്ചു കൊടുക്കാൻ പോകുന്നുവെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ മോനെ കൊണ്ടുപോയിട്ടുമില്ല. എനിക്കൊക്കെ പേടി തോന്നുന്നു, മല്ലിക പറഞ്ഞു. അത് കേട്ട് സിദ്ധാർത്ഥിന്റെ മനസ്സിൽ ഒരുപാട് ആശങ്ക തോന്നി. അവൻ ഉടനെ മീറ്റിംഗിലിരുന്ന ആളുകളെ നോക്കി പറഞ്ഞു, മീറ്റിംഗ് ക്യാൻസൽഡ്. അവൻ ഉടനെ ആ മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി. അവൻ ഇറങ്ങിപ്പോകുന്നത് കണ്ട് ചുറ്റിലുള്ളവർ പരസ്പരം നോക്കി. ഡ്യൂട്ടി ടൈമിൽ ഓഫീസ് കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന സിദ്ധാർത്ഥ് ഫോണിൽ ഒരു പെണ്ണിന്റെ പേര് പറയുകയും അതിനുശേഷം അസ്വസ്ഥനാവുകയും ചെയ്യുന്നു. പ്രധാനപ്പെട്ട മീറ്റിംഗ് മാറ്റിവെച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നു. ഇതെല്ലാം അവർക്ക് ആദ്യത്തെ അനുഭവമാണ്. അവൻ ഏതോ പ്രണയബന്ധത്തിൽ കുടുങ്ങിയിട്ടുണ്ടെന്ന് അവർക്കെല്ലാം തോന്നി. സിദ്ധാർത്ഥ് കാറിൽ കയറി. അവൻ വല്ലാതെ അസ്വസ്ഥനാണെന്ന് മനസ്സിലാക്കിയ ഡ്രൈവർ ഉടനെ വണ്ടിയെടുത്തു. സിദ്ധാർത്ഥ് തല പിറകിലേക്ക് ചായ്ച്ചു വെച്ചു. അവന്റെ മനസ്സ് നിറയെ നീലിമയായിരുന്നു. എവിടെയാണ് അവളെ തിരയേണ്ടതെന്നായിരുന്നു അവൻ ചിന്തിച്ചത്.